ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 1 ചൊവ്വാഴ്ച. തെക്കൻ കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം. മുന്നറിയിപ്പിൽ ഉത്കണ്ഠയുണ്ടെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറെടുപ്പുകൾ നടക്കുന്നതായും അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി നാവികസേന, കോസ്റ്റൽ ഗാർഡ്, വ്യോമസേന എന്നിവരോട് കപ്പലുകളും ഹെലികോപ്റ്ററുകളും സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി. കേന്ദ്ര ദുരന്ത പ്രതികരണ സേനയുടെ 7 സംഘങ്ങളെ കൂടി ആവശ്യപ്പെട്ടെന്നും മറ്റ് കേന്ദ്രസേനകളെയും സജ്ജരാക്കാൻ നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി. കർഷകരുമായി ഉപാധിയില്ലാതെ ചർച്ചയ്ക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. സമരരംഗത്തുള്ള പഞ്ചാബിലെ ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് ജോഗീന്ദർ സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫോണിൽ വിളിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കി. ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കർഷക സംഘടനകൾ ഇന്ന് തീരുമാനമെടുത്തേക്കും. കാർഷിക നിയമങ്ങൾക്കെതിരെ കടുത്ത നിലപാടുമായി കർഷകർ പ്രക്ഷോഭം ശക്തിപ്പെടുത്തുമ്പോൾ കാർഷിക നിയമത്തെ പ്രതിരോധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കാർഷിക പരിഷ്കരണ നിയമങ്ങൾ മൂലം വലിയ വിപണികളെന്ന തിരഞ്ഞെടുപ്പ് കർഷകർക്ക് സാധ്യമാകുമെന്നും മോദി. കോവിഡിനേക്കാൾ ഭീഷണിയാണ് പുതിയ കാർഷിക നിയമമെന്ന് കർഷകർ. സാമൂഹിക അകലമില്ലാതെ കർഷകർ പ്രതിഷേധിക്കുന്നത് വഴി കോവിഡ് വ്യാപിച്ചേക്കുമെന്നുള്ള വിമർശനത്തിന് മറുപടി നൽകുകയായിരുന്നു കർഷകർ. KSFEയിലെ വിജിലൻസ് പരിശോധനയിൽ അസ്വാഭാവികതയില്ലെന്ന് മുഖ്യമന്ത്രി. വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയോടെയാണ് തെരഞ്ഞെടുത്ത 40 ശാഖകളിൽ പരിശോധന നടത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിജിലൻസിന് അവരുടേതായ പരിശോധനാ രീതികൾ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജിലൻസ് പരിശോധനാ രീതികളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു മിന്നൽ പരിശോധനയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത്. വിജിലൻസിനെതിരെ KSFE ചെയർമാൻ ഫിലിപ്പോസ് തോമസ്. ചിട്ടിയുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഉദ്യോഗസ്ഥരാണ് മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളുമായി ബ്രാഞ്ചുകളിൽ പരിശോധന നടത്താനെത്തിയതെന്ന് ഫിലിപ്പോസ് തോമസ് ആരോപിച്ചു. CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അവകാശ ലംഘന പരാതിയിൽ ധനമന്ത്രി തോമസ് ഐസക് നേരിട്ടെത്തി സ്പീക്കർക്ക് വിശദീകരണം നൽകി. എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്ന് സ്പീക്കറോട് വ്യക്തമാക്കിയതായി ധനമന്ത്രി പറഞ്ഞു. കോടതിയോട് സ്വകാര്യമായി സംസാരിക്കാനുണ്ടെന്നറിയിച്ച് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിക്ക് മുന്നിൽ ഹാജരാകുമ്പോൾ ചുറ്റും പോലീസുകാരായതിനാൽ ഒന്നും സംസാരിക്കാനാകുന്നില്ല എന്നാണ് സ്വപ്നയും സരിത്തും പറഞ്ഞത്. വിദേശത്തേക്ക് നിയമവിരുദ്ധമായി ഡോളർ കടത്തിയതിൽ കൂടുതൽ ഉന്നത വ്യക്തികൾക്ക് പങ്കുണ്ടെന്ന് സ്വപ്ന സുരേഷ് കസ്റ്റംസിന് മൊഴി നൽകി. കസ്റ്റംസ് മുദ്രവെച്ച കവറിൽ ഹാജരാക്കിയ പ്രതികളുടെ മൊഴി ആശങ്കയുളവാക്കുന്നതാണെന്ന് പ്രത്യേക കോടതിയും നിരീക്ഷിച്ചു. സംസ്ഥാന സർക്കാരിന്റെ IT പദ്ധതികളിൽ നിന്ന് കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർഹൌസ് കൂപ്പേഴ്സിനെ 2 വർഷത്തേക്ക് വിലക്കി. യോഗ്യതയില്ലാത്ത ആളെ നിയമിച്ചു, കരാർ വ്യവസ്ഥയിൽ ഗുരുതര വീഴ്ച വരുത്തി എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയത്. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. സംസ്ഥാനത്ത് ഇന്നലെ 34,689 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 3,382 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 21 മരണങ്ങളാണ് ഇന്നലെ COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,244 രോഗം സ്ഥിരീകരിച്ചവരിൽ 64 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,880 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 405 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 33 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6,055 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 61,894 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: മലപ്പുറം 611, കോഴിക്കോട് 481, എറണാകുളം 317, ആലപ്പുഴ 275, തൃശൂർ 250, കോട്ടയം 243, പാലക്കാട് 242, കൊല്ലം 238, തിരുവനന്തപുരം 234, കണ്ണൂർ 175,
പത്തനംതിട്ട 91, വയനാട് 90, കാസർഗോഡ് 86, ഇടുക്കി 49. കേരളത്തിൽ വൈറൽ രോഗങ്ങൾക്കുള്ള വാക്സിൻ ഗവേഷണവും നിർമ്മാണവും നടത്താനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഈയിടെ ആരംഭിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉപയോഗപ്പെടുത്തി വാക്സിൻ നിർമ്മാണത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിനായി സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചു. കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ഇത്തവണ പോസ്റ്റൽ വോട്ട് ഉണ്ടായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വി. ഭാസ്കരൻ. തെരഞ്ഞെടുപ്പിന് 10 ദിവസം മുൻപ് കോവിഡ് രോഗികളുടെയും ക്വാറന്റൈനിലുള്ളവരുടെയും പട്ടിക തയ്യാറാക്കും. പട്ടിക അനുസരിച്ചാണ് പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കുകയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ജനവിധി തേടുന്ന ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് വി. രാജേഷിന് 3 വോട്ടുണ്ടെന്ന ആരോപണം സ്ഥിരീകരിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ 3 സ്ഥലത്ത് വോട്ടുണ്ടെങ്കിലും അത് സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കാൻ കാരണമല്ലെന്നും 3 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്താൽ മാത്രമേ നിയമലംഘനമാകൂവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മലയാളത്തിൽ വീണ്ടും കവിതാ മോഷണ ആരോപണം. കവിയും അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രന്റെ കവിത പുരോഗമന കലാസാഹിത്യ സംഘം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അജിത്രി ബാബുവിന്റെ പേരിൽ സർക്കാർ പ്രസിദ്ധീകരണമായ വിദ്യാരംഗത്തിൽ പ്രസിദ്ധീകരിച്ചുവെന്നാണ് പരാതി. എന്നാൽ ആരോപണം അജിത്രി ബാബു നിഷേധിച്ചു. താൻ സംഗീത് രവീന്ദ്രനെ നേരത്തെ കുറിച്ചുകൊടുത്ത കവിതകളിലെ വരികളാണിതെന്നാണ് അജിത്രി ബാബുവിന്റെ പ്രതികരണം. മലബാർ മാവേലി എക്സ്പ്രസുകൾ ഉൾപ്പെടെ 13 തീവണ്ടികളുടെ സർവീസ് പുനരാരംഭിക്കാൻ റെയിൽവേ ബോർഡ് അനുമതി നൽകി. മാംഗ്ലൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് ഈ വെള്ളിയാഴ്ചയും മാംഗ്ലൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ് ഈ മാസം 10 ഓടിത്തുടങ്ങും. ഇടുക്കി നെടുങ്കണ്ടം തൂവൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കൾ മുങ്ങിമരിച്ചു. മുരിക്കാശ്ശേരി സ്വദേശികളായ സജോമോൻ, സോണി എന്നിവരാണ് മരിച്ചത്. കുടുംബത്തോടൊപ്പം വെള്ളച്ചാട്ടം കാണാൻ എത്തിയ ഇവർ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഡിസംബർ 11 വെള്ളിയാഴ്ച മോഡേൺ മെഡിസിൻ ഡോക്ടർമാരുടെ രാജ്യവ്യാപക പണിമുടക്ക്. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകിയ കേന്ദ്ര തീരുമാനത്തിൽ പ്രതിഷേധിച്ച് IMAയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പണിമുടക്ക്. കോവിഡ് അത്യാഹിത ചികിത്സാ വിഭാഗങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യത്തെ 30 കോടി ജനങ്ങൾക്ക് അടുത്ത വർഷം ഓഗസ്റ്റോടെ കോവിഡ് വാക്സിൻ നൽകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. അടുത്ത വർഷം ആദ്യ 3-4 മാസത്തിനുള്ളിൽ വാക്സിൻ ജനങ്ങൾക്ക് നൽകാൻ നമുക്ക് കഴിഞ്ഞേക്കുമെന്നും ഇതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണെന്നും ഹർഷവർദ്ധൻ. കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നതിനുള്ള RT-PCR പരിശോധനയുടെ നിരക്ക് 1/3 വെട്ടിക്കുറച്ച് ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ സർക്കാർ. ഡൽഹിയിലെ സ്വകാര്യ ലാബുകളിൽ RT-PCR പരിശോധന നടത്തുന്നതിന് ഇനി 800 രൂപ മാത്രം നൽകിയാൽ മതി. 2400 രൂപയാണ് നിലവിൽ സ്വകാര്യ ലാബുകൾ ഈടാക്കുന്നത്. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? HL പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. അകാലിദളിന് പിന്നാലെ കാർഷിക നിയമങ്ങളുടെ പേരിൽ NDA മുന്നണി വിടുമെന്ന ഭീഷണിയുമായി രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിയും രംഗത്ത്. പുതിയ 3 കാർഷിക നിയമങ്ങളും റദ്ദാക്കണമെന്ന് രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി അധ്യക്ഷനും രാജസ്ഥാനിൽ നിന്നുള്ള MP-യുമായ ഹനുമാൻ ബെനിവാൾ ട്വിറ്ററിലൂടെ അമിത്ഷായോട് ആവശ്യപ്പെട്ടു. യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിൻ കീഴിൽ ഉത്തർപ്രദേശ് എക്സ്പ്രസ് പ്രദേശായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാരാണസി പ്രയോഗ്രാജ് 6-വരി ദേശീയപാത ജനങ്ങൾക്ക് തുറന്നുകൊടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാമൂഹ്യപ്രവർത്തകൻ ബാബ ആംതെയുടെ കൊച്ചുമകളും സാമൂഹ്യപ്രവർത്തകയുമായ ഡോക്ടർ ശീതൾ ആംതെ കരജ്ഗിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ചന്ദ്രപൂർ ജില്ലയിലെ സ്വവസതിയിലാണ് അവരെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ബാബ ആംതെയുടെ മകൻ വികാസ് ആംതെയുടെ മകളാണ് ഡോക്ടർ ശീതൾ. കോവിഡ് ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന BJP MLA അന്തരിച്ചു. രാജസ്ഥാനിലെ രാജ്മണ്ട് MLAയും സംസ്ഥാനത്തെ മുതിർന്ന BJP നേതാവുമായ കിരൺ മഹേശ്വരിയാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. ഇന്ത്യയിൽ ഇന്നലെ 31,179 കോവിഡ് രോഗികൾ. മരണം 482. ഇതോടെ ആകെ മരണം 1,37,659 ആയി. ഇതുവരെ 94.63 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 4.34 ലക്ഷം രോഗികൾ. 88.88 ലക്ഷം പേർ രോഗമുക്തി നേടി. മഹാരാഷ്ട്രയിൽ ഇന്നലെ 3,837 കോവിഡ് രോഗികൾ.
ഡൽഹിയിൽ 3726 പേർക്കും പശ്ചിമബംഗാളിൽ 2671 പേർക്കും കർണാടകയിൽ 998 പേർക്കും ആന്ധ്രയിൽ 381 പേർക്കും തമിഴ്നാട്ടിൽ 1410 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ 4,60,238 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 1,41,734 പേർക്കും ബ്രസീലിൽ 21,138 പേർക്കും തുർക്കിയിൽ 31,219 പേർക്കും റഷ്യയിൽ 26,338 പേർക്കും രോഗം ബാധിച്ചു. 7,677 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 1,049 പേരും ഇറ്റലിയിൽ 672 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 6.35 കോടി കോവിഡ് രോഗികളും 14.72 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. ശ്രീലങ്കയിൽ ജയിലിലുണ്ടായ കലാപത്തിൽ 8 തടവുകാർ കൊല്ലപ്പെട്ടു. 37 പേർക്ക് പരിക്കേറ്റു. കൊളംബോയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള മഹാര ജയിലിൽ ഞായറാഴ്ചയാണ് സംഭവം. തടവുകാരിൽ ചിലർ ജയിൽ ചാടാൻ ശ്രമിച്ചതാണ് കലാപത്തിലേക്ക് വഴിവെച്ചത്. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OICയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചാഡ് പൌരനായ ഹുസൈൻ ഇബ്രാഹിം ത്വാഹയെ തെരഞ്ഞെടുത്തു. നൈജീരിയൻ തലസ്ഥാനമായ നിയാമിൽ നടന്ന OIC അംഗരാജ്യ വിദേശകാര്യമന്ത്രിമാരുടെ 47ാമത് സെഷൻ യോഗത്തിലാണ് അടുത്ത 5 വർഷത്തേക്കുള്ള പുതിയ സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുത്തത്. ISLൽ FC ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി. നോർത്ത് ഈസ്റ്റിനായി ഇന്ദ്രിസ സില്ലയും ഗോവയ്ക്കായി ഇഗോർ അൻഗിലോയുമാണ് ഗോൾ നേടിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.